സ്വാഗതം. വെരി ഗുഡ് മോർണിംഗ്. ഹാവ് എ നൈസ് ഡേ. ഇന്ന് നമ്മളിവിടെ നോക്കാൻ പോണത് നമ്മുടെ ഒരു ലൈഫിലെ അടുത്ത ഘട്ടം എന്താണെന്ന് നോക്കണം. ആദ്യത്തെ കാർഡ് അടുത്ത ഘട്ടം എന്താണെന്ന് നോക്കിയപ്പോൾ അവിടെ 3 of Wands എന്നാണ് പറയുന്നത്. ഇവിടെ ഒരു വ്യക്തി ഒരു സാഹസികനെ പോലെ പണസമ്പാദനത്തിന് വേണ്ടി കാര്യങ്ങളൊക്കെ പ്ലാൻ ചെയ്ത് തൻ്റെ ഗോൾ അച്ചീവ് ചെയ്യാൻ വേണ്ടി ഒരു യാത്രയ്ക്ക് ഒരുങ്ങുന്നതായിട്ട് കാണുന്നത്. ഒരു മുന്നിൽ ഒരു നദിയിൽ കപ്പലുകൾ യാത്ര ചെയ്യണ കാണാം. ജീവിതത്തിൽ തൻ്റെ ഗോൾ അച്ചീവ് ചെയ്യാൻ വേണ്ടി, തൻ്റെ ആഗ്രഹ പൂർത്തീകരണത്തിന് വേണ്ടി, അല്ലെങ്കിൽ പണസമ്പാദനത്തിന് വേണ്ടി ഈ വ്യക്തി അത് പ്ലാൻ ചെയ്ത് നിശ്ചയിച്ച് ഒരു യാത്രയ്ക്ക് ഒരുങ്ങുന്നു എന്നുള്ളതാണ് 3 of Wands എന്നുള്ള കാർഡ് പറയുന്നത്. ഈ കാർഡ് അതിൽ ലക്ഷ്യപ്രാപ്തി നേടുകയും ചെയ്യും, അതിൽ സക്സസ് ഉണ്ടാവുമെന്നും കൂടി ഈ കാർഡ് പറയുന്നുണ്ട്. അടുത്ത കാർഡ് എന്ത് എനർജിയാണ് ഈ വ്യക്തി ഉപേക്ഷിക്കേണ്ടത് നോക്കിയപ്പോൾ അത് ഹാങ്ഡ് മാനാണ്. ഹാങ്ഡ് മാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരാൾ തലകുത്തി നിന്നിട്ട് ഒരു യോഗ ചെയ്യണതാണ് ഇവിടെ കാണുന്നത്. ഇയാളൊന്നും ചെയ്യുന്നില്ല. അപ്പോൾ ഇവിടെ എന്താ വെച്ചാൽ പ്രൊക്കാർണേഷൻ, ഇയാളിങ്ങനെ കാര്യങ്ങൾ നീട്ടിക്കൊണ്ടുപോവാണ്. അതായത് ഇന്ന് ചെയ്യേണ്ട കാര്യങ്ങൾ ഇന്ന് ചെയ്യാണ്ട് 4 ദിവസം കഴിഞ്ഞിട്ട് ചെയ്താൽ അതിന് ഫലമില്ല. ഇന്ന് ചെയ്യേണ്ട കാര്യങ്ങൾ ഇന്ന് തന്നെ ചെയ്യണം. അപ്പോൾ കാര്യങ്ങളെ നീട്ടിക്കൊണ്ടുപോകുന്ന ഒരു പ്രവണത ഇവിടെ കാണുന്നുണ്ട്. അതാണ് ആ ഒരു എനർജിയാണ് ഇവിടെ ഈ ഒരു വ്യക്തി ഉപേക്ഷിക്കേണ്ടതായിട്ടുള്ള എനർജി. അടുത്ത കാർഡ് എന്ത് എനർജിയാണ് സ്വീകരിക്കേണ്ടത് നോക്കുമ്പോൾ അത് 10 of Swords ആണ്. പഴയ കാലത്തിലുള്ള വഞ്ചനകൾ അല്ലെങ്കിൽ തിരിച്ചടികൾ അതിൽ മുങ്ങിക്കിടക്കാണ്. അപ്പോൾ അതിൽ നിന്ന് മുങ്ങിക്കിടക്കാതെ വീണ്ടും ആ ഒരു മാനസികമായ സമ്മർദ്ദം, ആ തിരിച്ചടികൾ മൂലമുണ്ടായ ആ സമ്മർദ്ദത്തിനെയൊക്കെ ഒഴിവാക്കി വീണ്ടും ശക്തി ആർജിച്ച് വീണ്ടും ഉത്സാഹത്തോടു കൂടി പഴയ ആ മെൻ്റൽ ട്രോമാസൊക്കെ ഉപേക്ഷിച്ചിട്ട് പുതിയ അവസരങ്ങളെ തേടി കഠിനാധ്വാനത്തോടുകൂടി എനർജറ്റിക്കായിട്ട് മുന്നോട്ട് പോകാൻ വേണ്ടി ശ്രമിക്കുക എന്നുള്ളതാണ് നമുക്ക് സ്വീകരിക്കേണ്ട എനർജി എന്നുള്ള കാർഡ് വന്നിരിക്കുന്നത്. ഈ പഴയ ട്രോമാസിൽ മുങ്ങിക്കിടക്കാതെ വേണമെങ്കിൽ മറ്റുള്ളവരുടെ ഉപദേശമൊക്കെ നേടി മെഡിറ്റേഷനോ യോഗ അങ്ങനത്തെ പ്രയർ അതുപോലെയുള്ള കാര്യങ്ങൾ ചെയ്ത് കൂടുതൽ ശക്തി ആർജിച്ച് കഠിനാധ്വാനം ചെയ്ത് വീണ്ടും ഉത്സാഹത്തോടു കൂടി മുന്നോട്ട് പോകാൻ ശ്രമിക്കുക. ആ ഒരു എനർജിയാണ് നമ്മൾ സ്വീകരിക്കേണ്ടത്. കാര്യങ്ങളെ നീട്ടിക്കൊണ്ടുപോകുന്ന എനർജി ഉപേക്ഷിക്കുക. അപ്പോൾ തീർച്ചയായിട്ടും കാര്യങ്ങളിൽ മാറ്റമുണ്ടാവും. അതാണ് ടാരോയുടെ ഗൈഡൻസ്. ഇത് നിങ്ങൾക്ക് റെസനേറ്റ് ചെയ്താൽ പ്ലീസ് ഡു സബ്സ്ക്രൈബ്, ലൈക്ക് ആൻഡ് ഷെയർ. താങ്ക് യു.